നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകാനായിട്ടുള്ള സമയമായോ എന്നുള്ളതൊന്നറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ജനറൽ റീഡിംഗ് വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു പേജ് ഒന്ന് മറക്കാതെ ഫോളോ ചെയ്തേക്കുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ മാത്രം ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് DM ചെയ്താൽ മതി. റീഡിംഗ് എന്ന് DM ചെയ്യുക. അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ എനർജി അറിയുന്നതിന് മുന്നേ ഈ ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്തതിന് ശേഷം കമൻറ്റിൽ 555 എന്നുള്ള ഏഞ്ചൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള കാർഡിൻ്റെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പരിഹരിക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് കാര്യങ്ങളൊക്കെ നേരെയാക്കാൻ വേണ്ടി അവർ ഓരോ ചൂടായിട്ട് ശ്രദ്ധയോടെ മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ കുറച്ച് സമയം എടുക്കുമെന്ന് തന്നെയാണ് ഈ ഒരു കാർഡിൻ്റെ എനർജി കാണിച്ചു തരുന്നത്. എങ്കിലും ഫലം ലഭിക്കുമെന്ന് കാണുന്നുണ്ട്. പക്ഷെ ഒരു പെട്ടെന്നുള്ളൊരു മാറ്റത്തെ സൂചിപ്പിക്കുന്നില്ല. തടസ്സങ്ങളൊക്കെ നീക്കി നിങ്ങളിലേക്ക് ഒരു പേഴ്സൺ തിരിച്ചു വരാൻ അവർക്ക് കുറച്ച് സമയം കൂടി ചിലപ്പോൾ ആവശ്യമായിരിക്കാം. നിങ്ങളുടെ കൂടുതൽ പേരുടെയും ചിലപ്പോൾ റിലേഷൻഷിപ്പിനിടയിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവർ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും വ്യക്തികളാണെങ്കിലും അല്ലെങ്കിൽ സാഹചര്യമാണെങ്കിൽ പോലും അതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഈ ഒരു പേഴ്സൺ വന്നിട്ടുള്ളതായിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് ഇവർ ഉണ്ടാക്കിയെടുത്ത് മുന്നോട്ടേക്ക് വരുന്ന പോലെയാണ് കാണുന്നത്. പിന്നീട് പറഞ്ഞത് കഴിഞ്ഞ കാലത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെ അതൊക്കെ മനസ്സിലാക്കി ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വീണ്ടും ഒന്നിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പും ഈ ഒരു പേഴ്സൺ നടത്തുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ സ്വാധീനം കുറയ്ക്കാനായിട്ട് അവർ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും വ്യക്തിയാണെങ്കിലും വ്യക്തികളാണെങ്കിലും അല്ലെങ്കിൽ സാഹചര്യം അവരുടെ ചുറ്റിനുമുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫിനാൻഷ്യലുള്ള പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഫാമിലി. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ ഒരു കാഠിന്യം കുറയ്ക്കാനായിട്ട് ഇവർ ബോധപൂർവ്വം ശ്രമിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ ഇതുവരെ കാണിച്ച ക്ഷമയ്ക്ക് ഫലം ലഭിക്കാനുള്ള സമയമായെങ്കിൽ പോലും കുറച്ചൊരു സമയം ഇനിയും എടുത്തേക്കാമെന്നുള്ളൊരു എനർജിയാണ് കാർഡിലൂടെ വരുന്നത്. ഓരോ കാര്യങ്ങളും അവർ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഈ ഒരു കാർഡ് എനർജി വെച്ച് നോക്കുമ്പോൾ ഒരു കൺക്ലൂഷനോളം പറയുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ തന്നെ ക്ഷമയോടുകൂടി കാത്തിരുന്നെങ്കിൽ മാത്രമേ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകുള്ളൂ എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തന്നെ അതിനായിട്ട് വളരെയധികം അധ്വാനിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവിധ തേർഡ് പാർട്ടി സിറ്റുവേഷൻസും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇടയിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് പ്രേ ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു 555 ഏഞ്ചൽ നമ്പർ കമൻറ്റിൽ ടൈപ്പ് ചെയ്യും.